ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഉള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഭക്തജനങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വാക്കുകൾ അപ്രസക്തമാകുന്നൊരു വൈകാരിക മധ്യയാണ് ഞാനിനി ദേവി സന്നിധിയിൽ നിൽക്കുന്നത്. അകം നിറയെ അമ്മയാണ് സാക്ഷാൽ ദേവി. പിന്നെ ഈയിടെ മാത്രം എന്നെ വിട്ടുപോയ എൻ്റെ സ്വന്തം അമ്മയുടെ നിറവാർന്ന ഓർമ്മകളും മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ്. എൻ്റെ അമ്മ ശ്രീയാറ്റുകാൽ ദേവിയുടെ കടന്നിരുന്ന ഭക്തയായിരുന്നു. ജീവിച്ചിരുന്നെങ്കിൽ ഏറ്റവും സന്തോഷിക്കുക അമ്മയായിരിക്കുമെന്ന് എനിക്കറിയാം. എത്രയോ വർഷങ്ങൾ അമ്മ പൊങ്കാല സമർപ്പിച്ചു. ഏറെ ആരാധിക്കുന്ന ആറ്റുകാലമ്മയുടെ തിരുമുറ്റത്ത് ഈ ചടങ്ങിൽ നിൽക്കുന്നത് സുഗമമായി തന്നെ അമ്മ കണക്കാക്കുമായിരുന്നു. നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് ആറ്റുകാലമ്മയുടെ വികാരം, ആറ്റുകാൽ പൊങ്കാല തലസ്ഥാനത്തിൻ്റെ തിരുവോണം. ഏതൊരു തിരുവനന്തപുരത്തുകാരനെ പോലെയും എൻ്റെ കൗമാരവും ആറ്റുകാൽ അമ്പല ദർശനവും പൊങ്കാല അനുഭവമായി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ അന്ന് ആറ്റുകാൽ ക്ഷേത്രം ഇത്രയും വികസിച്ചിട്ടില്ല. തിരുമുറ്റത്തിൽ ക്ഷേത്രത്തിന് ചുറ്റുവട്ടത്തിൻ്റെ വിസ്തീർണമേ ഉള്ളൂ. തൊട്ടുവശത്തുള്ള ദേവി കല്യാണ മണ്ഡപം പോലും പിന്നീടാണ് വരുന്നത്. ആദ്യം അതായിരുന്നു വാഹനങ്ങൾ നിർത്താനുള്ള ഇടമെന്നാണ് ഞാൻ ഓർക്കുന്നത്. ബാക്കി ചുറ്റുപാട് വയലുകളായിരുന്നു. പൊങ്കാല ദിവസമാകുമ്പോൾ ഈ ചുറ്റുപാട് മുഴുവൻ അടുപ്പുകളും ഭക്തരുമാകും. മുകളിൽ താമസിച്ചിരുന്ന ഞങ്ങൾ മുല്ലപ്പള്ളിയിലൂടെയും കരമലയിലൂടെയും ആറ്റുകാലിലേക്ക് പോയിരുന്ന വിളക്കിന്റെ ഘോഷയാത്രകൾ ഞങ്ങൾക്കത് ഉത്സവമായിരുന്നു. സപ്രമഞ്ജലിൽ ദേവി രൂപമുണ്ടാക്കി ക്ഷേത്രത്തിലേക്ക് നെയ്യാറ്റി വെള്ളത്തോടെ ഗ്യാസ് ലൈറ്റുകളുടെ അകമ്പടിയോടെ ആനയിക്കുന്ന ഓരോ പ്രദേശത്തു നിന്നുള്ള ഘോഷയാത്രകൾ തിരുവനന്തപുരത്തുകാർ എന്ന ആഘോഷമാകാൻ കാരണം പൊങ്കാലയുടെ തലേന്ന് കിഴക്കേക്കോട്ട ശ്രീ പത്മനാഭ തിയേറ്ററിലും കിള്ളിപ്പാലം ശിവ തിയേറ്ററിലുമൊക്കെ സെക്കൻഡ് ഷോയ്ക്ക് ശേഷം നടത്തിയിരുന്ന സ്പെഷ്യൽ മിക്കവാറത് ചിത്രങ്ങളൊക്കെ പുണ്യപുരാണ ചിത്രങ്ങളായിരുന്നു. പൊങ്കാലയ്ക്കായി വരുന്ന ഭക്തർക്ക് രാത്രി ഒന്നിച്ചിരിക്കാൻ ഒരു ലക്ഷ്യമിട്ടാണ് തിയേറ്ററുകൾ അന്ന് 3ാം ഷോ ലഭിച്ചത്. അങ്ങനെ എന്തെല്ലാം ഗ്രഹാതുര സ്മരണകളുണ്ട് ആറ്റുകാൽ പൊങ്കാലയുമായിട്ട്. അന്നൊക്കെ പൊങ്കാല ദിവസം പോലും നടന്ന ആറ്റുകാൽ അമ്പലം വരെ വരാനാവും. ചില അന്യ ഭാഷ സിനിമാ സുഹൃത്തുക്കളോടൊക്കെ ആറ്റുകാൽ പൊങ്കാലയെ പറ്റി സംസാരിക്കുമ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒരു ദിവസം വന്നു ചേരുന്ന ഉത്സവമാണെന്ന് കേട്ട് അത്ഭുതപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ലോകത്ത് ഏറ്റവും അധികം സ്ത്രീകൾ ഒറ്റ ദിവസം എത്തിച്ചേരുന്ന ഇടമെന്നതിൻ്റെ പേരിൽ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഒന്നിലേറെ തവണ ഇടം നേടിയ കാര്യമൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം അഭിമാനത്തോടെ ഞാൻ അവരോട് പറയാറുണ്ട്, ഇതുപോലൊരു ക്ഷേത്രോത്സവം ലോകത്ത് എൻ്റെ നാട്ടിലുണ്ട്. ഈ ക്ഷേത്ര സന്നിധിയിൽ വശം അതിനുശേഷം ആദ്യത്തെ ഷോട്ട് എടുത്ത് എൻ്റെ കുടവൻ മുകളിലെ വീടിൻ്റെ നേരെ മുകളിലുള്ള വീടാണ്. അതെല്ലാം സാക്ഷിയായി ഞാൻ ഇപ്പോഴും ഓർക്കുന്ന എൻ്റെ സുഹൃത്തുക്കളായ അശോക് കുമാർ, എസ് കുമാർ, സുരേഷ് കുമാർ എന്നിവരൊക്കെയാണ് ഞാൻ അവരെ നോക്കുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ വിവാഹം 1988 ഏപ്രിൽ 22 ഞാൻ എൻ്റെ ഭാര്യ സുചിത്രയുടെ കയ്യിൽ താലി കിട്ടുന്നത് ഈ പരിപാവന ക്ഷേത്രത്തിൻ്റെ തിരുനാളാണ്. ബാക്കി ചടങ്ങുകളൊക്കെ ട്രിവാൻഡ്രം. ഇതിനെന്നെ തിരഞ്ഞെടുത്ത ആറ്റുകാൽ ട്രസ്റ്റിലെ എല്ലാ ഭാരവാഹികളോടും എനിക്കുള്ള കൃതജ്ഞതയും ഞാൻ ഈ അവസരത്തിൽ പ്രകാശിപ്പിക്കാൻ സന്താപ നാശിനി